കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കത്തിൽ പ്രതികരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോൺഗ്രസും UDFും വലിയ ആത്മവിശ്വാസത്തോടെയായിരുന്നു തെരഞ്ഞെടുപ്പിനെ കണ്ടത്. ബലാബലമാകും എന്നൊക്കെ കരുതി. പടപാളയത്തിൽ ആണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കോൺഗ്രസിന്റെ വലിയ രീതിയിലുള്ള തകർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നതാകും ഇത്തവണ സ്ഥാനാർത്ഥി നിർണയമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അബ്ദുൾ റഹ്മാൻ സ്വതന്ത്രനാണ്. എവിടെയാണ് മത്സരിക്കുന്നതെന്ന് അബ്ദുൾ റഹ്മാൻ തീരുമാനിക്കട്ടെ. LDFിൽ പ്രഖ്യാപിക്കാൻ ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം കണ്ണൂരിൽ വിമതനായ TK ഗോവിന്ദനെ പറ്റിയുള്ള ചോദ്യത്തിൽ നിന്ന് MV ഗോവിന്ദൻ ഒഴിഞ്ഞുമാറി. തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. ചില പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ഗൗരവത്തോടെ കാണും. ഇടതുപക്ഷത്ത് ചില പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് പരിശോധിക്കും. കോൺഗ്രസിൽ എന്താണ് അവസ്ഥ? MP മാർക്ക് പലർക്കും മത്സരിക്കണം. സുധാകരന്റെ തീരുമാനം എന്താണെന്ന് അറിയില്ല. ഇതുവരെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നില്ല. ഇന്ന് വരുമെന്ന് കോൺഗ്രസ് അനുകൂല മാധ്യമങ്ങൾ പറയുന്നു. മൂന്നാം ടൈം എന്ന് പറയുന്നത് ആർക്കെങ്കിലും മുഖ്യമന്ത്രി ആകാനോ മന്ത്രിയാകാനോ അല്ല, വികസന പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.